കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഷേതു രാവിലെ എണീക്കുമ്പോൾ അരികിൽ ഉണ്ണിയില്ലായിരുന്നു. അവൾ ബെഡിൽ എണീറ്റിരുന്ന് ഷോളിൽ നിന്നും ഇറങ്ങിക്കിടന്ന ബനിയൻ നേരിയിട്ട് അഴിഞ്ഞു വീണ മുടി വാരി കെട്ടിയപ്പോഴാണ് ബാത്റൂം ഡോറ് തുറന്ന് ഉണ്ണി പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവനെ കണ്ടതും ഇന്നലെ സംഭവിച്ചതൊക്കെ ഓർത്ത് അവളുടെ മുഖം ചുവന്ന് തുടുത്തു. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഷീതുവിൻ്റെ ഇരുത്തം കണ്ട് വന്ന ചിരി ഒതുക്കിക്കൊണ്ട് ഉണ്ണി ചോദിച്ചതും അവൾ ക്ലോക്കിലേക്ക് നോക്കിയതും സമയം കണ്ട് ഞെട്ടി വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷെൽഫിൽ നിന്നും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി നിന്നതും പിന്നിൽ നിന്നും ഉണ്ണിയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഇതെന്താ? അവൻ നീട്ടിയ ഗുളിക കണ്ട് ചോദിച്ചു. മോർണിംഗ് വീൽസ് ആണ്, നീ ഇത് കഴിക്ക്. എനിക്ക് വേണ്ട, ഷീതു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, നീ ഇത് കഴിക്കണം, നിന്റെ കോഴ്സ് കഴിയാൻ ഇനിയും സമയമുണ്ട്. ഉണ്ണി അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊണ്ട് പറഞ്ഞതും ഷീതു ഇത് വാങ്ങി കഴിച്ചു. നിന്റെ പഠിപ്പ് കഴിഞ്ഞ് ജോലിയാകുന്നത് വരെ ഇതാണ് നല്ലത്. നാളെ ഒരു കാലത്ത് നിനക്കൊന്നും തെറ്റായി തോന്നാൻ പാടില്ല. അതും പറഞ്ഞ് അവളുടെ കവളിൽ തട്ടി ഉണ്ണി പുറത്തേക്ക് പോയതും അവൻ പോയ വഴിയെ നോക്കി അവൾ വായിലുള്ള ഗുളിക പുറത്തേക്ക് തുപ്പി. വീണ്ടും ദിവസങ്ങൾ ഇടതടവില്ലാതെ മുന്നോട്ട് പോയി. ശ്രീയും ശിവയും ഇണങ്ങിയും പിണങ്ങിയും പ്രണയിച്ചും മുന്നോട്ട് പോയപ്പോൾ ഉണ്ണിയും ഷീതുവും തീർത്തും ശാന്തവും പിണക്കങ്ങളില്ലാതെ ഇണങ്ങിയും മുന്നോട്ട് ജീവിച്ചു പോയി. ശ്യാം ആരോഗ്യയുടെ ഉള്ളിലെ കോംപ്ലക്സ് മാറാൻ ഒരിക്കലും ഇനി താൻ അവന് ചേർന്നവളല്ലെന്ന ചിന്ത ഉള്ളിൽ വരാതിരിക്കാൻ മനഃപൂർവ്വം അവൾ പറഞ്ഞതൊക്കെ ഓർത്ത് അവളോട് മുഖം വീർപ്പിച്ച് ഗൗരവം നടിച്ച് നടക്കും. അവൾ വിളിച്ച ജാടയിട്ട് മാത്രമേ സംസാരിക്കൂ. ഇനി അഥവാ വിളിച്ചില്ലെങ്കിലും അങ്ങോട്ട് വിളിച്ച് ചീത്ത പറഞ്ഞ് ഫോൺ വെക്കും. ചില ടൈം ആൾ ചിന്ന സൈക്കോണ്. പക്ഷേ അവനോട് ആര് പിണങ്ങിയിരിക്കുന്നതോ വിട്ടുപോകുന്നതോ ഒന്നും അവന് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഇപ്പോഴും ദിവസവും അവളെ കാണാൻ അവൻ ഉറങ്ങിയിട്ട് അവളുടെ വീടിൻ്റെ മതിൽ ചാടും. ഇപ്പം ആ കാര്യം ആരും ഒടിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാമെങ്കിലും ആരും അത് അറിഞ്ഞതായി ഭാവിച്ചില്ല. രാത്രി ഉറക്കപ്പെടുന്ന ശിവ അരികിൽ സ്ത്രീയെ കാണാതെ എണീറ്റ് ലൈറ്റ് ഇട്ടതും താഴെ തറയിലായി കട്ടിലിൽ ചാരി മുട്ടയേക്ക് മുഖം വീഴ്ത്തിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് ഇവളിതെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചു. കുറച്ച് ദിവസമായി അവളിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നത് കാണാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വാശിയും ദേഷ്യവും സങ്കടമാണ്. ഭക്ഷണം കഴിക്കാനും നല്ല മടിയാണ്. അതുകൊണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാം ആലോചിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. അവളിൽ നിന്നും ചെറിയ ഏങ്ങൽ കിടന്നും ശിവ ഒന്ന് ഞെട്ടി പിന്നെ സ്ത്രീയെ തട്ടി വിളിച്ചു. ശ്രീ, എന്താ പറ്റിയേ? മുഖമുയർത്തിയ സ്ത്രീയുടെ കലങ്ങിയ കണ്ണുകളും ചുവന്ന് കിടക്കുന്ന മൂക്കിൻ തുമ്പും കണ്ട് ശിവ ആദിയോടെ ചോദിച്ചതും സ്ത്രീ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഹാ, കരയാതെ കാര്യം പറ ശ്രീ. സ്ത്രീയെ അടർത്തി മാറ്റിക്കൊണ്ട് ശിവ പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു ശിവേട്ടാ. സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തിന്? എനിക്കൊന്ന് വലിയ അസുഖ ശിവേട്ടാ, ഞാൻ മരിച്ചു പോകും. ശ്രീ ശിവയെ നോക്കി മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ ശ്രീ പറയുന്നേ? അത് നിനക്ക് എന്താ അസുഖാണ്? എനിക്കറിയില്ല, എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, ക്ഷീണാണ്, എനിക്ക് തലയും ചുറ്റുന്നുണ്ട്, എനിക്കൊന്ന് വലിയ രോഗമാണ്, ഞാൻ മരിച്ചു പോകും ശിവേട്ടാ. ഇതൊക്കെ രോഗമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? എനിക്കറിയാം ഇതെന്തോ രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന്. സ്ത്രീ പറഞ്ഞത് കേട്ട് ശിവ തലക്ക് കൈ കൊടുത്ത് അവളെ നോക്കി. എൻ്റെ സ്ത്രീ, എടി പൊട്ടിക്കാളി നിങ്ങളുടെ കെട്ടിയോള്. ആ, ഇപ്പം ശരിയായി. എൻ്റെ ശ്രീ മോളെ, നിനക്കൊരു രോഗമില്ല. നീ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ ക്ഷീണവും തലചുറ്റിലും. ഇനി ശരിക്കും നേരത്തിനും കാലത്തിനും വലത് കഴിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. ആണോ? അപ്പം എനിക്ക് അസുഖമൊന്നുമില്ലേ? നീ പോയി കിടക്കുന്നുണ്ടോ? ശിവ കാലിപ്പ് മോഡോണാക്കിയതും ശ്രീ വേഗം ബെഡിൽ കയറി കിടന്നു. എൻ്റെ ദൈവമേ, നീ എന്നാ അതിനെതിരെ ബുദ്ധി വിവരം കൊടുക്കുന്നത്? തലവഴി പുതപ്പെട്ട് മൂടി പുതച്ച് കിടക്കുന്ന സ്ത്രീയെ നോക്കി സ്വയം പറഞ്ഞ് തലക്കടിച്ച് ലൈറ്റ് അണച്ച് ശിവ അവളുടെ അടുത്തായി കയറി കിടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. എങ്കിലും സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി വലിയ മെച്ചൊന്നും വന്നില്ല. അതിൽ സ്ത്രീക്കുള്ളിൽ ചെറിയ പേടിയുണ്ടെങ്കിലും അടക്കി നിർത്തി. ശിവ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി ഇറങ്ങുമ്പോഴാണ് ശ്രീ അവനെ പിന്നിലൂടെ വന്ന് പുണർന്നത്. അന്ന് ശ്രീ ഓഫീസിലേക്ക് പോയില്ലായിരുന്നു. എന്താ മാറിയോ നിന്റെ ഓരോ ഇല്ലാത്ത തോന്നലുകൾ? ശിവ മിററിൽ നോക്കി മുടി ചെയ്യുന്നതിനിടെ സ്ത്രീയോടായി ചോദിച്ചതും ശ്രീ അവന് നേരെ തൻ്റെ വലത് കൈ ഉയർത്തിയതും ശിവ സംശയത്തിൽ കണ്ണാടിക്കൂടയിലൂടെ സ്ത്രീയെ നോക്കി. അവൾ ഉയർത്തിയ കയ്യിൽ നിന്നും റാപ്പ് തുറന്നു നോക്കി. ശ്രീ. ശിവ തൻ്റെ കയ്യിലുള്ള പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതിൽ തെളിഞ്ഞു നിൽക്കുന്ന 2 വരകൾ കണ്ട് വിശ്വാസം വരാതെ വേറെ ഒന്നുകൂടി എടുത്തു നോക്കി. അതിലെ 2 പിങ്ക് വരകൾ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട് സ്ത്രീയെ വിളിച്ചതും അവളൊന്ന് മൂളിക്കൊണ്ട് ശിവയുടെ മുതുകിൽ മുഖം മറ്റു നിന്നു. ശ്രീ, ഇത് യു ആർ ഗോയിങ് ടു ബി ഫാദർ.
ശിവ വിശ്വാസം വരാതെ പറഞ്ഞത് കേട്ട് ശ്രീ പെരുവിരൽ കുത്തി ഉയർന്നു പൊന്തിക്കൊണ്ട് നാണത്തിൽ പറഞ്ഞതും ആ നിമിഷം തന്നെ ശിവളെ തന്നെ നേരെ പിടിച്ചിരുത്തി പൂണ്ടകം കെട്ടിപ്പിടിച്ചു അവളുടെ മുഖം നിറയെ ചുംബിച്ചു. സന്തോഷം കൊണ്ട് ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു. ശിവപതിയെ സ്ത്രീയെ തന്നീന്ന് അടർത്തി മാറ്റി അവളുടെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. സ്ത്രീ ഇട്ടിരുന്ന ബനിയൻ പൊക്കി അവളുടെ കുഞ്ഞു വയറിലായി ചുംബിച്ചു. അവളുടെ ഉദരത്തിൽ തുടിക്കുന്ന തന്റെ അംശത്തിനായുള്ള ആദ്യ ചുംബനം. ഹേടി ശ്രീപെണ്ണെ, നിന്റെ കുഞ്ഞു വയറിൽ എങ്ങനെയാടി എന്റെ കുഞ്ഞു കിടക്കുക? ഇനി മുമ്പത്തെ പോലെ നുള്ളിപ്പെറുക്കി ഇത്തിരി കഴിച്ചാലൊന്നും പോരത്. നന്നായി ഫുഡ് കഴിക്കണം, പിന്നെ നന്നായി ശ്രദ്ധിക്കണം. മുൻപത്തെ പോലെ ഓടി നടക്കാനൊന്നും പറ്റില്ലേ? എനിക്കെല്ലാം അറിയാം, ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ല. ശിവ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സ്ത്രീ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ, നിനക്ക് പറഞ്ഞാൽ മതി. നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ എനിക്കിന് സമാധാനമില്ല. ശിവശ്രീയുടെ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും സ്ത്രീ അവന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൻ്റെ കൈകൾ തട്ടി മാറ്റി. എല്ലാവരും അറിഞ്ഞു? ഇല്ല, നീരേച്ചിക്ക് മാത്രമേ അറിയൂ. പിന്നീട് ശിവ തന്നെയായിരുന്നു എല്ലാവരും ഉള്ളപ്പോൾ സ്ത്രീ പ്രഗ്നൻ്റായ വിവരം പറഞ്ഞത്. ഈ വിവരം അറിഞ്ഞപ്പോൾ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷം മിഥുനായിരുന്നു. തൻ്റെ കൂടെ കളിക്കാനൊരു വാവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പുള്ളിക്കാരൻ നിലത്തല്ലായിരുന്നു. സ്ത്രീയുടെ വീട്ടിലേക്കും വിവരം വിളിച്ച് പറഞ്ഞതും അവരും ഹാപ്പിയായിരുന്നു. പിറ്റേന്ന് തന്നെ അവർ നല്ലൊരു ഡോക്ടറെ കാണിച്ചു. സ്ത്രീയുടെ ഹെൽത്ത് ഇത്തിരി വീക്കായതുകൊണ്ട് നല്ലവണ്ണം ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടും അവളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശിവയാണ് മുന്നിൽ നിന്നത്. കാരണം അവൻ്റെ കയ്യിൽ 2 പടക്ക് കിട്ടാതെ അവളൊന്നും കഴിക്കില്ല. കഴിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് അതിനു മുമ്പായി അതെല്ലാം സ്ത്രീ വോമിറ്റ് ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ കൂടുന്തോറും സ്ത്രീയുടെ ക്ഷീണം കൂടി വന്നു. ഒപ്പം എന്ത് കഴിച്ചാലും ഛർദിയും വെള്ളം കുടിച്ചാൽ പോലും ഇത് തന്നെ അവസ്ഥ. സ്ത്രീക്ക് അവളുടെ അവസ്ഥയും കോലവും കൊണ്ട് സങ്കടം തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. സ്ത്രീയുടെ അവസ്ഥ കണ്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവളുടെ അച്ഛനും അമ്മയും വന്നെങ്കിലും ശിവ സമ്മതിച്ചില്ല. സ്ത്രീക്കൊന്നും അതിന് താല്പര്യം. ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി. സ്ത്രീക്ക് ഇപ്പോൾ 5 മാസമായി. ഇപ്പോൾ വോമിറ്റിംഗ് ഒക്കെ കുറവുള്ളത് കൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. തടി കുറവാണെങ്കിലും അത്യാവശ്യം വയറുണ്ട്. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ സ്ത്രീയുടെ വയറ്റിൽ ഒരാളല്ല മറിച്ച് 3 പേരാണെന്ന് അറിഞ്ഞതും എല്ലാവരുടെയും സന്തോഷം ഇരട്ടിയായി. സ്ത്രീയുടെ വയറ്റിൽ 3 പേരായതുകൊണ്ട് സ്ത്രീയേക്കാൾ ടെൻഷൻ ശിവക്കായിരുന്നു. സ്ത്രീയെ ഇടവും വലവും ചെയ്യാൻ സമ്മതിക്കാതെ കൂടെ തന്നെ ഉണ്ടാകും. ദിവസങ്ങൾ പോകെ വയറ്റിൽ 3 പേരുള്ളത് കൊണ്ട് സ്ത്രീയിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങി. സ്ത്രീക്ക് നല്ല വാശിയും ദേഷ്യമാണ് ചില സമയത്ത്. ശിവക്കാൾ തന്നോട് പകരം വീട്ടുകയാണെന്ന് ചെറിയ ഡൗട്ട് തോന്നും. അമ്മാതിരി ചുറ്റിക്കലാണ് സ്ത്രീ അവനെ. സ്ത്രീയുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾ ശിവയുടെയും മിത്തുവിൻ്റെയും സംസാരം കേൾക്കുമ്പോഴേക്കും തുടങ്ങും അവളുടെ വയറ്റിൽ കിടന്ന് ചവിട്ടി മരിക്കാൻ. മിത്തു ഇപ്പം നല്ല വലിയ ചേച്ചിപ്പെണ്ണ് ചമ്മഞ്ഞാണ് നടപ്പ്. തനിക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ പകുതി വാവകൾക്കാണെന്നും പറഞ്ഞ് സ്ത്രീക്ക് കൊണ്ടു കൊടുക്കും. സ്ത്രീ അത് കഴിക്കാതെ അവൾ മാറില്ല. പഴയ പൊട്ടിപ്പള്ളിൽ നിന്നും പക്വതയുള്ളൊരു അമ്മയിലേക്കുള്ള സ്ത്രീയുടെ മാറ്റം ശിവക്ക് അത്ഭുതം. 7-ാം മാസത്തിൽ സ്ത്രീയെ ചടങ്ങ് നടത്തി കൊണ്ടുപോയെങ്കിലും 3-ാം ദിവസം അവളെ ശിവ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അവളില്ലാതെ അവന് പറ്റില്ല. അത്രയ്ക്ക് ജീവനാണ് ശിവക്ക് അവൻ്റെ സ്ത്രീ. ഗർഭകാലത്ത് അസ്വസ്ഥതകൾ ഒഴിച്ചാൽ സ്ത്രീക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. സ്ത്രീയുടെ ഡേറ്റ് എടുക്കും തോറും ശിവക്ക് പേടിയായിരുന്നു. രാവിലെ പെയിൻ വന്ന് കൊണ്ടുവന്നതാണ് സ്ത്രീയെ. നോർമലി ഡെലിവറിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷം വെച്ച് സ്ത്രീക്ക് BP കൂടിയതും സിസേറിയൻ തന്നെ വേണ്ടി വന്നു. ഓരോന്നും ഒപ്പിച്ച് വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. അവസാന നിമിഷം ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടി വരുന്നു. ടെൻഷനോടെയുള്ള ശിവയുടെ നടത്തം കണ്ട് ശരത്ത് പതി അവരെ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. പകരം വീട്ടുകാരില്ലടോ? ശിവ ചോദിച്ചതും ശരത്ത് അവനെ നോക്കി പല്ലളിച്ച് കാണിച്ചു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് 3 നേഴ്സുമാർ പുറത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞുമണികളെ കണ്ട് എല്ലാവരുടെയും ഉള്ളം നിറഞ്ഞു. 3 ആൺകുട്ടികളാണ്. ഒരു നേഴ്സ് പുഞ്ചിരിയോടെ തൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ ശിവയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ സ്ത്രീ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശിവ ആദിയോടെ നേഴ്സിനോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, സേഡേഷിൻ്റെ മയക്കത്തിലാണ്. മറ്റേ കുഞ്ഞുങ്ങളിൽ ഒരാളെ ശിവയുടെ അമ്മയും മറ്റേയാളെ സ്ത്രീയെ അമ്മയും വാങ്ങി. ശിവ 3 പേരെയും മാറി മാറി എടുത്ത് സന്തോഷത്തോടെ ചുംബിച്ചു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും സ്ത്രീയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. എല്ലാവരും കുഞ്ഞുങ്ങളെ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ശിവ റൂമിലേക്ക് കയറിയത്. ശിവ ചെല്ലുമ്പോൾ സ്ത്രീ കണ്ണടച്ച് കിടക്കുകയാണ്. അവളുടെ വലതുവശത്തായി 3 പേരെയും കിടത്തിയിട്ടുണ്ട്. ശിവ അടുത്തുള്ള ചെയറിലിരുന്ന് അവളെ തന്നെ നോക്കി. സ്ത്രീയുടെ മുഖം കണ്ടതും അവൻ ആദ്യം ഓർമ്മ വന്നത് വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ് എല്ലാവരെയും കണ്ണിട്ടി നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖമായിരുന്നു. കുഞ്ഞുനാളിൽ തൻ്റെ വിരലിൽ തൂങ്ങി നടന്നവൾ പിന്നീട് തൻ്റെ ഭാര്യയായി, പ്രണയിനിയായി, ഇപ്പോൾ തൻ്റെ മക്കളുടെ അമ്മയുമായി മാറി. ശിവപ്രണയത്തോടെ അതിലേറെ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും ശ്രീ കണ്ണുകൾ വലിച്ചു തുറന്ന് ശിവയെ നോക്കി പുഞ്ചിരിച്ചു.
ശിവേട്ടാ, നമ്മുടെ മക്കള്. ശ്രീ കുഞ്ഞുങ്ങളെ നോക്കി ശിവയോട് പറഞ്ഞു. ഞാൻ കണ്ടു. അതും പറഞ്ഞ് ശിവ ശ്രീയുടെ കയ്യിൽ മുറുകെ പിടിച്ചതും കുഞ്ഞുങ്ങളിൽ ഒരാൾ കണ്ണു തുറന്നു. കരയാൻ തുടങ്ങിയതും ശിവ വേഗം അവനെടുത്ത് നെഞ്ചോട് ചേർത്തതും ആള് കരച്ചിൽ നിർത്തി അവൻ്റെ നെഞ്ചിൻ ചൂടിൽ പതുങ്ങിക്കിടന്നു. 5 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ശ്രീയെ ഡിസ്ചാർജ് ചെയ്തു. ശ്രീയെയും മക്കളെയും അമരാവതിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രീക്ക് താല്പര്യമെങ്കിലും ശ്രീയുടെ വീട്ടുകാരുടെ ആഗ്രഹത്തിന് എതിരെ നിന്നില്ല. ശ്രീ അവളുടെ വീട്ടിലേക്ക് പോയതിൽ ശിവ ദിവസവും മക്കളെ കാണാൻ ചെല്ലുമെങ്കിലും ശ്രീയെ കാണാൻ അച്ഛമ്മ അനുവദിച്ചിരുന്നില്ല. രാത്രിയായാൽ കുഞ്ഞുങ്ങൾ ആരെയും ഉറങ്ങാൻ സമ്മതിക്കാതെ കരച്ചു തുടങ്ങും. ചില സമയം 3 പേരും നിർത്താതെ മത്സരിച്ച് കരയുന്നത് കണ്ട് ശ്രീക്ക് വട്ടി പിടിക്കും. ആ ദേഷ്യം മുഴുവൻ അവൾ ശിവയെ ചീത്ത വിളിച്ച് തീർക്കും. അവൾക്കൊരു മനസ്സുകൊണ്ട്. വർഷങ്ങൾക്ക് ശേഷം